പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരിക്കൽ കൂടെ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രിയ മാതാവ് എന്നെ കാണുവാനായിട്ടിടയായി. നിങ്ങൾക്കറിയാം, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഉരുൾപൊട്ടലുണ്ടായ വീട്ടിൽ നിന്ന് ഏകയായി ശേഷിച്ചു. ഒടുവിൽ ജെൻസൺ എന്ന് പറഞ്ഞ ഒരു പ്രിയ സഹോദരൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുകയും ആ ചെറുപ്പക്കാരൻ മരിക്കുകയും വീണ്ടും അവൾ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ഞാൻ ആ വിഷയം സംസാരിച്ചപ്പോൾ ആ പ്രിയ മാതാവ് എന്നോട് പറഞ്ഞു, എന്നാലും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷ്ടതയൊക്കെ ചെയ്യുന്നത്? എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ വളരെ ശാസിച്ച് തന്നെ ആ വിഷയത്തിൽ സംസാരിക്കാനായിട്ടിടയായി. ഞാൻ ചോദിച്ചു, ആൻറ്റി, ദൈവമാണോ ഈ കാണുന്ന മോശമായ കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് ചെയ്യുന്നത്? നമ്മൾ പാപികളായിരുന്നിട്ടും നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് 2000 വർഷം മുമ്പ് മാനവജാതിയുടെ സകല മനുഷ്യർക്കും വേണ്ടി പാവങ്ങളുടെ മോചനത്തിനായി, അവർക്ക് ദൈവത്തെ വേണ്ടായിരുന്ന 99% ഉണ്ടായിരുന്ന ഒരു ലോകത്ത് ഇന്നും, എന്നിട്ടും സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയാകുവാൻ സ്വർഗം ത്യജിച്ച് ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ്, ആ കർത്താവാണോ ഈ ഉരുൾപൊട്ടലുണ്ടാക്കുന്നതും ഈ ദുഷ്ടതയൊക്കെ ചെയ്യുന്നതും? എനിക്ക് വളരെ സങ്കടം തോന്നിയത് കേട്ടപ്പോൾ. അത് ആ മാതാവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഒരു 99% ആളുകളും സംസാരിക്കുന്നത് ഈ ദൈവമാണ് ഈ ദുഷ്ടതകൾ, ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളെല്ലാം കൊടുക്കുന്നുവെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്ന ഒരിക്കലും ദൈവമല്ല, ദൈവത്തിൻ്റെ ശക്തിയുമല്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്നത് ഈ സാത്താന്യ ശക്തിയാണ്. വേദപുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, സർവ്വലോകവും സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ കാണുന്ന ഭൂമി മുഴുവൻ പിശാചിൻ്റെ അടിമയായിട്ട് കിടക്കുകയാണ്. എന്നിട്ടും നമ്മൾ ജീവനോടിരിക്കുകയും, നമ്മളിൽ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ജീവനോടിരിക്കുന്നെങ്കിൽ, ആ ജീവനോടിരിക്കുന്നത് പിശാച് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട്. എന്നാൽ എല്ലാവരെയും സഹായിക്കാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ആർക്കും ദൈവത്തെ വേണ്ട. ഭൂരിപക്ഷം ജനങ്ങൾക്കും ദൈവത്തെ വേണ്ട. ഈ ഭൂമി, അതായത് നിങ്ങളുടെ മകൻ വീടിന് തീ വെച്ചാലും നിങ്ങൾ അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കും എന്ന് പറയുന്ന പോലെ, നമുക്കൊരിക്കലും ഈ ഭൂമിയിൽ ഒരു പാപിയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ എഫക്റ്റ്, അതിൻ്റെ പ്രതിഫലനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് പാപത്തെ സ്നേഹിച്ച് പാപത്തിന് വേണ്ടി ജീവിക്കുന്ന 99% ആളുകളുള്ള ഈ ഭൂമിയിൽ ഇത്രയെങ്കിലും മനോഹരമായ കാര്യങ്ങൾ പോകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. ഈ സാത്താനെ പിടിച്ചടക്കിയാൽ, അവനെ തോൽപ്പിച്ചാൽ മാത്രം, അതായത് യേശു അവനെ കാൽവറിയിൽ തോൽപ്പിച്ചു, ആ സാത്താനെ നമ്മൾ വ്യക്തിപരമായി തോൽപ്പിക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അപകടങ്ങൾ പരതിയിരിക്കുകയാണ്. പ്രേതങ്ങളും ഭൂതങ്ങളും എല്ലാം നമ്മളെ തകർക്കുവാൻ നോക്കിയിരിക്കുകയാണ്. അതിന് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നൊന്നും ഒരു വ്യത്യാസമില്ല. വിശ്വാസിയെ കൂടുതൽ തകർക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം വിശ്വാസിയുടെ കരങ്ങൾ എപ്പോഴും അവർക്കെതിരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് മുതലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദൈവമാണ് അത് ചെയ്തതെന്ന് പറയരുത്. ഓഫ് കോഴ്സ്, സർവജ്ഞാനിയായതുകൊണ്ട് ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്നൊരു മുടി പോലും വീഴുന്നില്ല എന്ന് യേശു കർത്താവാണ് പറഞ്ഞത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അറിഞ്ഞതുകൊണ്ട് ദൈവം തടയാനും പറ്റില്ല. കാരണം നമ്മൾ തന്നെ സാത്താനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ എല്ലാം
നമ്മൾ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, നന്മകൾ തടയുന്ന പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒരുപാട് നന്മകളുണ്ട്. അതിനെ നോക്കി ദൈവത്തെ സ്തോത്രം ചെയ്യണം. ദൈവമാണ് നന്മകൾ തരുന്നത്. സാത്താൻ ഒരിക്കലും നിങ്ങൾക്ക് നന്മകൾ തരത്തില്ല. എല്ലാ നല്ല ദാനവും ഉയരങ്ങൾ വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നുവെന്ന് വേദവസ്തം പറയുന്നു. എന്നാൽ സകല ഇരുട്ടും സാത്താൻ്റെ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. ഈ ഭൂമി സാത്താൻ്റെ രാജ്യത്തിൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഇത് ഇപ്പോൾ ദൈവത്തിൻ്റെ അധീനതയിലല്ല. ഇത് ദൈവത്തിൻ്റെ അധീനതയിലേക്ക് പോകുന്ന കാലങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിന് കീഴടങ്ങണം. അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുകയും സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മളതാണ് ചെയ്യേണ്ടത്. ദൈവത്തിന് കീഴടങ്ങണം ആദ്യം, എന്നിട്ട് നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകാനായിട്ടിടയാവും. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.